Good morning, students. എംകോം സെക്കൻഡ് സെമസ്റ്ററിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഓർ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് മണി ഫോൾ ചെയ്തിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് purchasing price of the people increases, so value of money decreases or the product price is also rising. In the words of Professor Paul N. Zick, inflation is the state of disequilibrium in which expansion of purchasing power tends to cause or is effect on increasing price level changes. ഇത്രേ ഉള്ളൂ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇക്കണോമിയുടെ. അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നു. അത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് പ്രൈസ് ലെവലിൽ കാണിക്കുന്നു. ഓക്കെ, സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പം നമുക്കറിയാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസ് ആയിരിക്കും. അതായത് നമ്മളൊരു ബേസിക് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് മോണിറ്ററി യൂണിറ്റ്സ് ആർ ഓൾവേസ് സ്റ്റേബിൾ എന്നുള്ളൊരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച്, അല്ലേ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ഒരിക്കൽ കഴിഞ്ഞു പോയ ട്രാൻസാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ വി ആർ പ്രിപ്പയറിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അണ്ടർ ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അസറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണോ നമ്മൾ ആ അസറ്റ് അക്യൂർ ചെയ്തത് ആ സമയത്ത് പ്രൈസിലായിരിക്കും. ഇപ്പം 5 വർഷം മുമ്പ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണെങ്കിൽ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും അതിൻ്റെ വാല്യൂ എത്ര തന്നെയായിരിക്കും? 1 lakh തന്നെയായിരിക്കും. സോ there will be no changes in their value even if the market value of such assets changes. ആ അസറ്റ് ഇപ്പം നമ്മൾ 5 വർഷം മുമ്പ് മേടിച്ച ആ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ ചേഞ്ച് വന്നാലും നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അതിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ലയബിലിറ്റീസും, ഓക്കെ, ലയബിലിറ്റീസിൻ്റെ എമൗണ്ട്സും സെയിം തന്നെ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രൈസ് ലെവൽ ചേഞ്ചസിനനുസരിച്ച് റിവൈസ് ചെയ്യുകയോ കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് ഇൻ പ്രാക്ടീസ് ദ വാല്യൂ ഓഫ് റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ജനറൽ പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ടും ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിമെറിറ്റ്സ് കൊണ്ടാണ്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് വൈഡ്ലി ക്രിട്ടിസൈസ്ഡ് അണ്ടർ ദിസ് ഗ്രൗണ്ട്, ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ല, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ്. സോ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? പ്രൈസ് ലെവൽ ചേഞ്ചസിനെ എൻഷുർ ചെയ്യുന്നില്ല. സോ ഇപ്പം 5 yearsന് മുമ്പ് നമ്മൾ മേടിക്കുന്ന മിഷനറിയുടെ പർച്ചേസിങ് വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണെങ്കിൽ ഇപ്പം അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 10 lakh ആവാം. അങ്ങനെയുള്ള ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്നില്ല. സോ accounting authorities argue that accounting should be adjusted as it reflects the changes in price level. അതായത് അക്കൗണ്ടിങ് അതോറിറ്റീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം പ്രൈസ് ലെവൽ ചേഞ്ചസും കൂടി റിഫ്ലക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അണ്ടർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്സ് ആർ ജനറലി പ്രൂവ് ടു ബി ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആൻഡ് ഡു നോട്ട് റിഫ്ലക്ട് ദ കറൻറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് മെത്തേഡ് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? കമ്പനിയുടെ കറൻറ്റ് വർത്ത് ഷോ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് എപ്പോഴും എന്താണ് ചെയ്യുക? ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റും ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെയാണ്. അപ്പോൾ
കമ്പനിയുടെ കറക്റ്റ് റൈറ്റ് പിക്ചേഴ്സ് കിട്ടാൻ വേണ്ടിയും അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയും ജനറൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് കൺസിഡർ ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? അക്കൗണ്ടിങ് അതോറിറ്റീസ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ്, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഈസ് എ ടേം ഡിസ്ക്രൈബിംഗ് എ റേഞ്ച് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ഡിസൈൻഡ് ടു കറക്റ്റ് ദ പ്രോബ്ലംസ് അറൈസിംഗ് ഫ്രം ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷനിൽ നിന്ന് വരുന്ന ഇൻഫ്ലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഡിമെറിറ്റ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് കൺസിഡർ ചെയ്ത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓൺ അഫയേഴ്സ് ഓഫ് കമ്പനി ഡ്യൂറിങ് റിലേറ്റീവ് അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൽ വരുന്ന റിലേറ്റീവ് ചേഞ്ചസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, സ്ലൈഡിലേക്ക് നോക്കാം. Inflation accounting refers to the process of adjusting the financial statements of a company to show the real financial picture of the company during the inflationary period. ശരിക്കും ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഇൻഫ്ലേഷണറി പീരീഡിൽ കമ്പനിയുടെ റിയൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അറ്റ് കറൻറ്റ് വാല്യൂ. അതായത് എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇപ്പോഴുള്ള കറൻറ്റ് വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇനി എന്താണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് നോക്കാം. ഇപ്പോൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു, എന്താണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് അതൊക്കെ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഈ പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഓക്കെ, what is inflation accounting? It is the process of adjusting financial statements of the company to show the real financial position of the company during the inflationary period. Inflationary period കമ്പനിയുടെ റിയൽ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻഫ്ലേഷൻ പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷണറി പീരീഡിൽ എന്തായിരിക്കും? കമ്പനിയുടെ വാല്യൂസ് അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ്സും അതുപോലെ എക്സ്പെൻസ് ഒക്കെ ഷോ ചെയ്യുന്നത്, കമ്പനിയുടെ അസറ്റ്സ് എപ്പോഴും ഷോ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിലായിരിക്കും. സോ ഒരിക്കലും എന്ത് ചെയ്യില്ല? കമ്പനിയുടെ റിയൽ വാല്യൂ അത് ഷോ ചെയ്യില്ല. അപ്പം ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യും? ഇൻഫ്ലേഷണറി പീരീഡിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. So, inflation accounting is considered as the accounting techniques which is used during the period of high inflation. High inflation ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അതായത് അതിലെന്താ ചെയ്യുന്നത്? അഡ്ജസ്റ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി അക്കോർഡിംഗ് ടു ദ കറൻറ്റ് പ്രൈസ് ഇൻഡെക്സ് പ്രിവാലൻറ്റ് ടു ദ ഇക്കണോമിയുടെ കറൻറ്റ് പ്രൈസ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. The technique of inflation accounting has been developed to correct the problems arising from historical cost accounting in the presence of inflation. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിമെറിറ്റ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. Inflation accounting involves recording of business transactions at current value to analyze the impact of changes in price or business transactions on cost and revenue, assets and liabilities of the company. അതായത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് കറൻറ്റ് വാല്യൂവിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രൈസ് ചേഞ്ചസ് വന്നതുകൊണ്ട് കമ്പനിയിൽ വരുന്ന കോസ്റ്റിലും റവന്യൂവിലും അസറ്റ്സിലും ലയബിലിറ്റീസിലും ഒക്കെ എന്ത് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണിക്കാനാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെഫിനേഷൻസ് നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് purpose to record as a built-in mechanism all economic events in terms of current cost. അതായത് എല്ലാ ഇക്കണോമിക് ഇവൻറ്റ്സും കറൻറ്റ് കോസ്റ്റിൽ മെൻഷൻ ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് accounting for price level changes or inflation accounting is a system of accounting which regularly records all items in the financial statements at the current value. കറൻറ്റ് വാല്യൂവിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്?
കണ്ടിന്യൂസ് ബേസിസിൽ കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറൻറ്റ് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇനി നമുക്ക് നീഡ് നോക്കാം. So as we already said that inflation accounting is developed in order to overcome the limitations of financial accounting. So നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കിയാൽ തന്നെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ നീഡ് എന്താണെന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ബേസിസ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, പർച്ചേസിങ് പവറിൽ വരുന്ന ഡിഫറൻസ് ഒന്നും, അത് തന്നെ പർച്ചേസിങ് പവറിൽ വരുന്ന ഡിഫറൻസ് ഫിനാൻഷ്യൽ പൊസിഷനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഷോ ചെയ്യുന്നില്ല. During the period of inflation, the balance does not show the true financial position and income statement do not show the true result of the operations. അതായത് ഇൻഫ്ലേഷൻ പീരീഡിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റായിട്ടല്ല ഷോ ചെയ്യുന്നത്. കാരണം അതെന്താണ്, ഹിസ്റ്റോറിക്കൽ ബേസിസിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന രണ്ട് ഡിഫറൻസ് എന്താണെന്ന് പറയാം. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എല്ലാം എന്തിലായിരിക്കും കാണിക്കുന്നത്, ഇൻഫ്ലേഷൻ പീരീഡിൽ ഹിസ്റ്റോറിക്കൽ ബേസിസിലായിരിക്കും. പക്ഷേ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോ ചെയ്യുന്നത് എപ്പോഴും ഏത് ബേസിസിലായിരിക്കും, കറൻറ്റ് പീരീഡിലെ വാല്യൂസിലായിരിക്കും. സെയിൽസ്, എക്സ്പെൻസ്, എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് ഇൻകം ഒക്കെ ഷോ ചെയ്യുന്നത് കറൻറ്റ് ഇൻഫ്ലേഷൻ പീരീഡിലുള്ള വാല്യൂസ് ആയിരിക്കും. പക്ഷേ ബാലൻസ് ഷീറ്റ് ഷോ ചെയ്യുന്നത് എപ്പോഴും ഹിസ്റ്റോറിക്കൽ ബേസിസിലായിരിക്കും. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കാം. അണ്ടർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ദ അസറ്റ് പർച്ചേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് ഡേയ്സ് ആർ ആഡഡ് ടുഗദർ അറ്റ് കോസ്റ്റ്. കോസ്റ്റിലായിരിക്കും നമ്മൾ അസറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 ഇയേഴ്സിന് മുമ്പുള്ള അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസിങ് പവർ ഓഫ് മണി അല്ലെങ്കിൽ ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി ഇൻക്രീസ് ചെയ്തതൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. തേർഡ് പോയിന്റ് നോക്കാം. In historical accounting, accounting depreciation is provided on the basis of historical cost. Okay. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പനിയിലെ അസറ്റ്സിനൊക്കെ എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ദ വാല്യൂ ഓഫ് അസറ്റ്സ് മേ ബി ലോവർ ദാൻ ദ കറൻറ്റ് വാല്യൂ ഓഫ് സച്ച് അസറ്റ്. അല്ലേ, ഇപ്പോഴത്തെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 lakh ആയിരിക്കും. പക്ഷേ ആ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിലെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും. സോ ഡിപ്രിസിയേഷൻ കൊടുക്കുന്നത് 1 lakhൻ്റെ മുകളിലായിരിക്കും ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അസറ്റിൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോസ്റ്റ് വാല്യൂ, അതായത് വാല്യൂ ഓഫ് അസറ്റ്സിനേക്കാളും കൂടുതലായിരിക്കും. ദിസ് റിസൾട്ട് ഇൻ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ദാറ്റ് മേ ലീഡ് ടു ദ പേയ്മെൻറ്റ് ഓഫ് മോർ ഇൻകം ടാക്സ്. അല്ലേ, അസറ്റിൻ്റെ വാല്യൂ കുറച്ചാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. അല്ലേ, അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കുറച്ചാണ് കൊടുത്തേക്കുന്നത്. അല്ലേ, 1 lakhൻ്റെ മുകളിൽ 10% ആണെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി, അതിനനുസരിച്ചുള്ള ഡിപ്രിസിയേഷൻ പേ ചെയ്താൽ മതി. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കുറവായിരിക്കും. സോ നമുക്ക് കമ്പനി കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ആ കൂടുതൽ പ്രോഫിറ്റിന് ഈ വളരെ ചെറിയ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തായിട്ട് കാണിക്കും, ഓവർ സ്റ്റേറ്റ് ആയിട്ട് കാണിക്കും. സോ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് ടാക്സ് ഇൻകം ടാക്സ് അതോറിറ്റീസിന് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ പ്രോഫിറ്റ് കൂടുന്ന സമയത്ത് ഇൻകം ടാക്സ് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കമ്പനിയിലെ എംപ്ലോയീസ് എന്ത് ചെയ്യാൻ വരും, വേജസ് കൂടുതൽ തരാനും അതുപോലെ ബോണസ് ഡിമാൻഡ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. സോ ദസ് ദർ വിൽ ബി എ റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ വിച്ച് മേ ലീഡ് ടു ദ ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഷോ ചെയ്യുന്നതുകൊണ്ട് കമ്പനിയുടെ ക്യാപിറ്റലിൽ റിഡക്ഷൻ വരും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലിക്വിഡേഷനിൽ അത് ലീഡ് ചെയ്യും. ഇനി ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. In conventional accounting system, assets are shown at the original cost. കൺവെൻഷണൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അസറ്റ് എപ്പോഴും നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എത്ര രൂപയ്ക്കാണോ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തത് ആ വാല്യൂലായിരിക്കും ഷോ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ആർ ഷോൺ അറ്റ് ദ കറൻറ്റ് വാല്യൂ. അതെ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻകംസ് കറൻറ്റ് വാല്യൂവിലായിരിക്കും നമ്മൾ ഷോ ചെയ്യുന്നത്. സോ ഈ രണ്ട് ഐറ്റംസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വേരി ചെയ്യും. അതായത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചേക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ വാല്യൂ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചേക്കുന്ന എല്ലാ ഫിഗേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിലായിരിക്കും,
കറൻറ്റ് വാല്യൂയിലും ആയിരിക്കും. സോ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടുഗദറായിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ എന്തായിരിക്കും, രാപകൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പിന്നെ പറയുന്നതാണ് 6th പോയിന്റ്, ക്ലോസിംഗ് സ്റ്റോക്സ് is shown at market value or cost price whichever is lower. At the same time, sales are shown at current purchasing power of the rupee. Therefore, profits disclosed by the financial statement does not show increase the wealth of business in terms of current purchasing power because closing stock are not shown in the current value. നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത് എപ്പോഴും മാർക്കറ്റ് വാല്യൂവും കാസ്റ്റ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് അല്ലേ. അപ്പോൾ ഏതാണോ ഷോർട്ട് വാല്യൂ, ഏതിനാണോ വാല്യൂ കുറവ്, അതായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ സെയിൽസ് എപ്പോഴും നമ്മൾ കറൻറ്റ് പർച്ചേസിങ് പവറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് വാല്യൂ കോസ്റ്റ് പ്രൈസും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് തന്നെയായിരിക്കും കുറവ് അല്ലേ. ഇൻഫ്ലേഷൻ പീരീഡ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് കൂടുതലായിരിക്കും, കോസ്റ്റ് പ്രൈസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കിന് എടുക്കുന്നത്. പക്ഷേ സെയിൽസിന് ബാക്കി ഐറ്റംസ്, അതായത് സെയിൽസും പർച്ചേസും ഒക്കെ നമ്മൾ കറൻറ്റ് വാല്യൂവിലായിരിക്കും ഷോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിസിനസ്സിനുണ്ടായ കറൻറ്റ് പർച്ചേസിങ് പവറും കാണിക്കില്ല, എഫക്റ്റ് ഒന്നും കാണിക്കില്ല. കാരണം ക്ലോസിംഗ് സ്റ്റോക്സ് നമ്മൾ കറൻറ്റ് വാല്യൂവിലല്ല കാണിക്കുക. സോ ഇൻഫ്ലേഷണറി പീരീഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഷോൺ അറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഇൻഫ്ലേഷൻ പീരീഡിൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസിലായിരിക്കും കാണിക്കുക. സോ അതുകൊണ്ട് തന്നെ ബാലൻസ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ബാലൻസ് ഷോ ചെയ്യുന്നത്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉള്ളത് എന്നുള്ളത് ട്രൂ ആൻഡ് ഫെയർ വ്യൂവിൽ കാണിക്കാൻ സാധിക്കില്ല അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് 7th പോയിന്റ്, ഇൻഫ്ലേഷണറി പീരിയഡ്സ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കമ്പയർ പ്രോഫിറ്റബിലിറ്റി ഓഫ് 2 plants വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ 2 different days. അതായത് ഇൻഫ്ലേഷണറി പീരീഡിൽ നമുക്ക് 5 വർഷം മുമ്പ് മേടിച്ച ഒരു പ്ലാന്റും ഈ വർഷം മേടിച്ച ഒരു പ്ലാന്റിൻ്റെ വാല്യൂവും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും ഒരു 5 വർഷം മുമ്പ് മേടിച്ചതും ഇപ്പം മേടിച്ചതും, പക്ഷേ അതിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് വാല്യൂയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത്, വേറൊരെണ്ണത്തെ ഇൻഫ്ലേഷൻ പീരീഡിലുള്ള വാല്യൂ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത്. പിന്നെ 8th വണ്ണാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ inter-firms or intra-period comparison. These statements are prepared without considering level of change in prices. ഓക്കെ, എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 2020 എന്താണ്, പർച്ചേസിങ് പവർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഡിക്രീസ് ചെയ്ത്, എന്തുകൊണ്ടാണ്, കോവിഡ് സിറ്റുവേഷൻസ് വന്നതുകൊണ്ട് അല്ലേ. അതും 2018 ഫിഗറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ 2018 ചിലപ്പോൾ ഇൻഫ്ലേഷൻ പീരീഡ് ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് കൂടുതൽ കമ്പനി ഏൺ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഈ ടൈമിൽ എന്തായിരിക്കും, 2020 എന്താണ്, കമ്പനി ഡിഫ്ലേഷൻ പീരീഡിലാണ്. സോ അത് തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇൻ്റർ കമ്പനീസും ഇൻട്രാ പീരീഡ് കമ്പാരിസൺസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വണ്ണാണ് മെറിറ്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഓക്കെ, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. സിൻസ് അസറ്റ്സ് ആർ ഷോൺ ഇൻ കറൻറ്റ് വാല്യൂ, ബാലൻസ് ഷീറ്റ് എക്സിബിറ്റ്സ് എ ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് യൂസ് ചെയ്താൽ നമ്മുടെ അസറ്റ് കറൻറ്റ് വാല്യൂയിലായിരിക്കും ഷോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂവിലായിരിക്കും പ്രിപ്പയർ ചെയ്യുക. ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ടു ദ ബിസിനസ് ആൻഡ് നോട്ട് ഓൺ ദെയർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ശരിക്കും ആ അസറ്റിൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പീരീഡിൻ്റെ വാല്യൂവിലായിരിക്കും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കറൻറ്റ് വാല്യൂവിൽ മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ അസറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ നോട്ട് ഓവർ സ്റ്റേറ്റ് ദ ബിസിനസ് ഇൻകം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, കറൻറ്റ് വാല്യൂവിലായിരിക്കും. സോ ബിസിനസ് ഇൻകത്തെ അത് കൂടുതൽ ഓവർ സ്റ്റേറ്റ് ചെയ്യില്ല. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഷോസ് കറൻറ്റ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദ കറൻറ്റ് പ്രൈസ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് കറൻറ്റ് പ്രൈസിനെ ബേസ് ചെയ്ത് നമ്മൾ കറൻറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മാച്ചിങ് ദ കോസ്റ്റ് ആൻഡ് റവന്യൂ അറ്റ് കറൻറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് കമ്പയറബിൾ.
അല്ലേ? സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് കോസ്റ്റും റവന്യൂവും കറൻറ്റ് വാല്യൂവിലാണ് മാച്ച് ചെയ്യുന്നത്. സോ നമുക്ക് കമ്പാരിസൺ കുറച്ചും കൂടി ഈസിയാണ്. എല്ലാ വാല്യൂസും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എല്ലാ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് വാല്യൂവിലാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന എന്താണ്? കറൻറ്റ് വാല്യൂവിലായിരിക്കും. സോ ആ ഐറ്റംസ് എല്ലാം വരുന്നത് എന്താണ്? സെയിം വാല്യൂവിലാണ്. സോ നമുക്ക് കമ്പാരിസൺ കുറച്ചും കൂടി ഈസിയാണ്. സോ ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയാം. ഫിനാൻഷ്യൽ റേഷ്യോസ് ആർ ബേസ്ഡ് ഓൺ ഫിഗേഴ്സ് അഡ്ജസ്റ്റഡ് ടു കറൻറ്റ് വാല്യൂ ആർ മോർ മീനിങ് ഫുൾ. ഫിനാൻഷ്യൽ റേഷ്യോസും എന്ത് ചെയ്യുന്നു? കറൻറ്റ് വാല്യൂവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കറക്റ്റ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ദ കറൻറ്റ് പ്രൈസ് ടു ദ വർക്കേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ്, workers may claim for the higher wages and shareholders to claim for higher dividend. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രയാണ് കറൻറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട്. ഇങ്ങനെ നമ്മൾ കാണിച്ചില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യും. സോ പ്രോഫിറ്റ് കൂടുതലാണെന്ന് കാണുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ ഡിവിഡൻഡ് ചോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വർക്കേഴ്സ് ഹയർ വേജസ് ക്ലെയിം ചെയ്യുകയും ചെയ്യും. ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് ഓൾ ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്? ദിസ് സിസ്റ്റം ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ബൈ ഇൻകം ടാക്സ് അതോറിറ്റീസ്. അതായത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഇസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ഇൻകം ടാക്സ് അതോറിറ്റീസ്. എന്താ റീസൺ? കൂടുതൽ വാല്യൂ ബിസിനസ് കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പോഴത്തെ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. മനസ്സിലായോ? ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കുറവായിരിക്കും. സോ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും. സോ ഇൻകം ടാക്സ് അതോറിറ്റീസിന് കൂടുതൽ ടാക്സ് കിട്ടണം എന്നല്ല ആഗ്രഹം ഉണ്ടാവുള്ളൂ. സോ ദേ വിൽ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസ്. സോ ചേഞ്ചസ് ഇൻ പ്രൈസസ് ആർ എ നെവർ എൻഡിങ് പ്രോസസ്സ്, അല്ലേ? പ്രൈസ് ചേഞ്ച്, മാർക്കറ്റിലെ പ്രൈസ് എപ്പോഴും എന്ത് ചെയ്യും? എപ്പോഴും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്കൊരു ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? പ്രൈസിൻ്റെ ചേഞ്ചസ് എപ്പോഴും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മൾ എല്ലാം എപ്പോഴും എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളത് അപ് ടു ഡേറ്റ് ആയി ചെയ്തുകൊണ്ടേയിരിക്കണം. ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ വിൽ ബി ലോവർ ഇൻ ദ ടൈംസ് ഓഫ് ഡിഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എന്തായിരിക്കും? ഡിപ്രിസിയേഷൻ കൂടുതലായിരിക്കും. സോ പ്രോഫിറ്റും കുറവായിരിക്കും. ഡിഫ്ലേഷൻ്റെ ടൈമിൽ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ദ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ സിസ്റ്റം ഓഫ് പ്രൈസ് ലെവൽ അക്കൗണ്ടിങ് മെ നോട്ട് ബി എ റിയലിസ്റ്റിക് പ്രോഫിറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ പീരീഡിൽ നമ്മൾ ഡിപ്രിസിയേഷനൊക്കെ കുറയ്ക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഉണ്ടാകും. പക്ഷേ അങ്ങനെ കിട്ടുന്ന ആക്ച്വലായിട്ട് അത്രയും ഡിപ്രിസിയേഷൻ ആ അസറ്റിന് ഉണ്ടാവണമെന്നില്ല. സോ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ ഒരു റിയലിസ്റ്റിക് പ്രോഫിറ്റ് ആയിരിക്കില്ല തരിക. മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ കറൻറ്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്, that is also known as CPPA. Next one, current purchase power accounting. First one, current purchasing power accounting. Second one, current cost accounting, that is CCA. Third one is specific general price level accounting. And fourth one is periodic revaluation of fixed asset along with the adoption of LIFO method of inventory. ഇങ്ങനെ 4 മെത്തേഡ്സ് ആണ് നമുക്ക് പ്രൈസ് ലെവൽ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ടെക്നിക്സ്. സോ അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെത്തേഡ്സ് ആണ് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. തിയറി പോർഷൻസ് വരും, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രോബ്ലംസിലേക്ക് കൊടുക്കുക. മെയിനായിട്ട് ചോദിക്കുന്ന ഒന്ന് കറൻറ്റ് പർച്ചേസിങ് പവർ അക്കൗണ്ടിങ്ങും കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും പിന്നെ ഹൈബ്രിഡ് മെത്തേഡും ഉണ്ട്. അത് ഒന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക. ഈ മെത്തേഡ്സൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നോക്കി. ഇൻഫ്ലേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് വാല്യൂ ഓഫ് മണി ഈസ് ഫോളിങ് ബട്ട് പ്രൈസസ് ആർ റൈസിങ്, ദാറ്റ് ഈസ് പർച്ചേസിങ് പവർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ആർ ഇൻക്രീസിങ്. സോ ഇൻഫ്ലേഷൻ പീരീഡിൽ കമ്പനി എപ്പോഴും കൂടുതൽ പ്രോഫിറ്റ് കാണിക്കും. അതായത് കമ്പനിയുടെ പ്രോഡക്റ്റൊക്കെ ഹൈ പ്രൈസിലായിരിക്കും സെൽ ഓഫ് ചെയ്യുന്നത്. സോ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതായത് ഹിസ്റ്റോറിക്കൽ
കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിമെറിറ്റ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ബേസിസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ റിയൽ വർത്ത് അത് ഷോ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ taken in order to prepare the financial statements. It is a method to show the effect of changing costs and prices during the inflation period. Then inflation accounting refers to the process of adjusting financial position of a company to show the real financial picture of the company during the inflationary period. High inflationary period ഉള്ള ടൈമിലാണ് നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇൻഫ്ലേഷണറി പീരീഡിലെ കമ്പനിയുടെ റിയൽ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫിഗേഴ്സ് ഫിനാൻഷ്യൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സ് പ്രകാരം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കറൻറ്റ് വാല്യൂയിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതായത് എന്താണ്, കറൻറ്റ് പ്രൈസ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം കറൻറ്റ് വാല്യൂയിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൽ വരുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ചസ്, ബിസിനസ് ട്രാൻസാക്ഷനിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലുണ്ടാകുന്ന ചേഞ്ചസ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡെഫിനേഷൻ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് കൊടുത്തേക്കുന്ന ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഓവറോൾ എന്താണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് റെഗുലർലി കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദർ കറൻറ്റ് വാല്യൂ ആണ്. പിന്നെ നീഡ് നോക്കി, എന്താണ് നീഡ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡിമെറിറ്റ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡിമെറിറ്റ്സ്, അതാണ് എന്ത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ നീഡ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യണോ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ prepared on historical basis. പിന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്, the assets purchased at different ways are added together at cost. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന വാല്യൂവിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഡിപ്രിസിയേഷൻ എപ്പോഴും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തായിരിക്കും, ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഡിപ്രിസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ അസറ്റ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് റിക്വയർഡ് ടു പർച്ചേസ് ദ സെയിം. അതായത് ഡിപ്രിസിയേഷൻ നമ്മുടെ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിലായിരിക്കും കൊടുക്കുന്നത്. സോ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് സെയിം അസറ്റിൻ്റെ വാല്യൂവും റീപ്ലേസ്മെൻറ്റ് വാല്യൂവും തമ്മിൽ എന്തായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്, കൺവെൻഷണൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അസറ്റ്സ് ഷോ ചെയ്യുന്നത് ഒറിജിനൽ വാല്യൂവിലാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻകവും കാണിക്കുന്നത് കറൻറ്റ് വാല്യൂവിലാണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ കാണിക്കുന്നത് മാർക്കറ്റ് പ്രൈസോ കോസ്റ്റ് പ്രൈസോ വിച്ച് എവർ ഈസ് ലോവർ ആണ്. പിന്നെ എന്താണ്, എപ്പോഴും നമ്മൾ അതിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യുന്ന എന്താണ്, ഈ സ്ലൈഡിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റാണ് ഫോളോ ചെയ്തേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതേ പോയിൻറ്റ്സ് ആണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും കാണിക്കുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഏതാണോ ലോവർ പ്രൈസ് അതായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് കമ്പനിയുടേത് കോസ്റ്റ് പ്രൈസിലും സെയിൽസ് കാണിക്കുന്നത് കറൻറ്റ് പ്രൈസിലായിരിക്കും. സോ അവിടെ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇൻഫ്ലേഷണറി പീരീഡിൽ നമുക്ക് രണ്ട് കമ്പനീസിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് ടൈം പീരീഡിൽ മേടിച്ചേക്കുന്ന പ്ലാൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നത് നമുക്ക് ഇൻ്റർ ഫേംസും ഇൻട്രാ ഫേംസും കമ്പാരിസൺസ് നടത്താൻ വേണ്ടി സാധിക്കില്ല. പിന്നെ മെറിറ്റ്സ് പറഞ്ഞു, മെറിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിമെറിറ്റ്സ് നോക്കി,
Then what all are the methods what we used for calculating price level accounting? നോക്കി, അതായത് കറണ്ട് പർച്ചേസിങ് പവർ അക്കൗണ്ടിങ്, കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്, സ്പെസിഫിക് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ അക്കൗണ്ടിങ്, പീരിയോഡിക് റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് അലോങ് വിത്ത് ദ അഡോപ്ഷൻ ഓഫ് LIFO മെത്തേഡ് ഓഫ് ഇൻവെൻറ്ററി നമ്മൾ നോക്കി. അതായത് മെത്തേഡ്സ് എന്ന് പറയുന്നത് 4 മെത്തേഡ്സ് ആണുള്ളത്. ഈ 4 മെത്തേഡ്സ് നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So that's all for today's class. See you in the next class. Thank you.